പശ്ചിമ ബംഗാളിൽ മമതാ സർക്കാരിന് കനത്ത തിരിച്ചടി. 2016 അധ്യാപക നിയമനം കൊൽക്കത്ത ഹൈക്കോടതി റദ്ദാക്കി. 24,000 പേരുടെ നിയമനമാണ് കോടതി റദ്ദാക്കിയത്. 4 ആഴ്ചയ്ക്കകം കൈപ്പറ്റ മുഴുവൻ ശമ്പളവും തിരികെ നൽകാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഗൗതം വീണ്ടും ചേരുകയാണ്. ഗൗതം, മമതാ സർക്കാരിന് കനത്ത തിരിച്ചടി തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഹനു, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനും വലിയ ക്ഷീണമാകുന്ന വിധിപ്രസ്താവമാണ് ഇന്നിപ്പോൾ കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് 2016 ഈ വിവാദപരമായിട്ടുള്ള അധ്യാപക നിയമനം പശ്ചിമ ബംഗാളിലെ എയ്ഡഡ് സ്കൂളുകളിലേക്ക് നടന്നത്. സെക്കൻഡറി വിഭാഗത്തിലേക്കും അതോടൊപ്പം തന്നെ +2 തുടങ്ങിയ മേഖലകളിൽ +1, +2 ക്ലാസ്സുകളിലേക്കുമൊക്കെ ടീച്ചർമാരെ റിക്രൂട്ട് ചെയ്യുന്നതിനകത്ത് തൃണമൂൽ സർക്കാരും ഭരണകൂടവും വലിയ അഴിമതി കാണിച്ചു എന്ന വിമർശനം വളരെ ശക്തമായി. ഇതിന് ഇരകളാക്കപ്പെട്ട ആളുകൾ പിന്നീട് മമതാ സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ഒടുവിൽ CBI ഈ കേസ് ഏറ്റെടുക്കുകയും ചെയ്തു. CBI അന്വേഷണത്തിന് വിടുന്നതിൽ മമതാ സർക്കാരിന് എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക ഇടപെടൽ മൂലം CBI ഈ കേസ് ഏറ്റെടുക്കുകയും പിന്നീട് അടുത്ത കാലത്ത് പാർത്ഥ ചാറ്റർജിയെ പോലെ ഈ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന തൃണമൂൽ നേതാക്കൾ അറസ്റ്റിലായതൊക്കെ നമുക്കറിയാം. എന്തായാലും നിലവിൽ കൊൽക്കത്ത ഹൈക്കോടതി ഈ ഒരു നിയമനം പൂർണ്ണമായി തന്നെ റദ്ദാക്കിയിരിക്കുകയാണ്. 24,000-ഓളം അനധികൃത നിയമനം ലഭിച്ച ആളുകൾ അവരുടെ ജോലി പൂർണ്ണമായി തന്നെ റദ്ദാക്കിക്കൊണ്ടുള്ള വിധിപ്രസ്താവമാണ് കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. 4 ആഴ്ചയ്ക്കകം ഈ 24,000 ആളുകളും കഴിഞ്ഞ കുറേ നാളുകളായി പറ്റിയിട്ടുള്ള ശമ്പളം അത് കൃത്യമായി തന്നെ തിരിച്ചടയ്ക്കണം എന്ന ശക്തമായ നിർദ്ദേശം കൂടി കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് ശ്രദ്ധേയം. 2016 24,000-ഓളം ആളുകൾ അനധികൃതമായി പശ്ചിമ ബംഗാളിലെ വിവിധ എയ്ഡഡ് സ്കൂളുകളിൽ പ്രത്യേകിച്ച് സെക്കൻഡറി, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അനധികൃതമായി ലഭിച്ചത്. ഇതിൽ 50 കോടി രൂപയിലധികമാണ് പാർത്ഥ ചാറ്റർജിയുടെ വീട്ടിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടികൂടുന്നൊരു സാഹചര്യം ഉണ്ടായത്. അന്ന് തന്നെ EDയും അതോടൊപ്പം തന്നെ CBIയും ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചത് ഈ 50 കോടി രൂപ 2016 നടന്നിട്ടുള്ള അനധികൃത സ്കൂൾ ടീച്ചേഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ലഭിച്ചതാണ് എന്നുള്ളതായിരുന്നു. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം ശരിവെച്ചുകൊണ്ടുള്ള ഈ ഒരു ഉത്തരവ് മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനും വലിയ ക്ഷീണമാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു വിധിപ്രസ്താവം കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ശരി ഗൗതം.